എന്താണ് ലീഗിന്റെ നീക്കം എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം PV അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഇന്ന് PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ എന്നതും ശ്രദ്ധേയമാണ്. കാരണം മലപ്പുറത്ത് പോലീസ് നടത്തുന്ന അനാവശ്യ നീക്കങ്ങൾ, അവിടെ സ്വർണ്ണക്കടത്തിന്റെ പേരിൽ നിരപരാധികളെ അടക്കം ക്രൂശിക്കുന്നു എന്ന ആക്ഷേപം നേരത്തെ അൻവർ ഉന്നയിച്ചതാണ്. സമാനമായൊരു നിലപാട് വരുന്നു. പക്ഷേ അൻവറിനെ മുന്നണിയിലേക്കോ പാർട്ടിയിലേക്കോ ക്ഷണിക്കാനൊന്നും മാത്രം നിലപാടിലേക്ക് കുഞ്ഞാലിക്കുട്ടി വന്നില്ലെങ്കിൽ കൂടിയും ഇനി അങ്ങോട്ടേക്കുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. VV വിനോദമുണ്ട്, ഒപ്പം CV അനുമോദമുണ്ട്. ആദ്യം വിനോദിലേക്ക്. വിനോദ്, അൻവർ ഇന്നലെ ഈ ആക്ഷേപങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ തന്നെ മുഖ്യമന്ത്രി ചില സംശയത്തിൻ്റെ മുന വയ്ക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ ഇടപെടലും കാര്യങ്ങളും പറയുന്നു. PV അൻവർ ശശിയുമായി വിരോധമുണ്ടാവാൻ, P ശശിയുമായി വിരോധമുണ്ടാവാനുള്ള കാരണം ഒരുപക്ഷേ നിയമപരമല്ലാത്ത കാര്യങ്ങൾ ആവശ്യപ്പെട്ടത് നടത്തി കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അൻവർ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു എന്ന സൂചന കൂടി വെക്കുന്നുണ്ട്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് അതൊന്നും കൂടി ശക്തമായി വെക്കുന്നുണ്ട്. അതായത് ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി PV അൻവറിന് ബന്ധമുണ്ട് എന്നൊരു ആക്ഷേപമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത് എന്നതാണ് ഇന്നലെ പ്രതിപക്ഷം ഉന്നയിച്ചത്. എന്തായാലും സർക്കാർ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രി ഈ അൻവറിന്റെ നീക്കങ്ങളിൽ സംശയം കാണുന്നുണ്ട്. എന്തു തരത്തിലുള്ള നീക്കമാണ്, എന്തു തരത്തിലുള്ള അന്വേഷണ സാധ്യതയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുക? വിനോദ്. സൈത്ത്, മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനം അതിൻ്റെ ഒരു ആകത്തുക പരിശോധിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അൻവറിനോട് പറയുന്നത് പോകുന്നെങ്കിൽ പൊയ്ക്കോളൂ എന്ന് തന്നെയാണ്. അതായത് അൻവറിനെ ഇടതുപക്ഷത്ത് അങ്ങനെ നിർബന്ധിച്ച് നിർത്താൻ ഒരു താല്പര്യവുമില്ല. ഒരുപക്ഷെ അൻവർ അങ്ങനെ മറിച്ചൊരു തീരുമാനമെടുത്താൽ അൻവറിനെ അടിക്കാനുള്ള വടി ഇപ്പോൾ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് CPM തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അൻവറിൻ്റെ നീക്കങ്ങളിൽ സംശയത്തിൻ്റെ മുന അത് കൊണ്ടുവയ്ക്കുകയാണ്. പക്ഷേ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, അൻവറിന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടോ, അതിനുവേണ്ടിയാണോ അൻവർ ഇക്കാര്യങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിന് അത് തൻ്റെ തലയിൽ വെക്കേണ്ടതില്ല. നിങ്ങൾ ആ നിലയ്ക്ക് വ്യാഖ്യാനിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ പറഞ്ഞുകൊള്ളൂ എന്നാണ് മുഖ്യമന്ത്രി അവസാനം അവസാനിപ്പിച്ചത്. അതായത് ഇപ്പോൾ അൻവർ ഇടതുപക്ഷത്താണ്. ഇനി ഒരു ചുവട് കൂടി കടന്ന് അൻവർ ഒരു തുറന്ന പോരാട്ടത്തിന് പോയാൽ അൻവർ ഇടതുപക്ഷത്ത് കാണില്ല, അല്ലെങ്കിൽ CPMൻ്റെ ഭാഗമായി ഉണ്ടാകില്ല. പാർട്ടി അംഗം അല്ലെങ്കിൽ കൂടി അദ്ദേഹം പാർട്ടി എന്ന നിലയ്ക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ നേതാവ് എന്ന നിലയ്ക്ക് തന്നെയാണ് CPMൽ നിന്ന് കിട്ടുന്ന പിന്തുണ, അണികളിൽ നിന്ന് കിട്ടുന്ന പിന്തുണ, സമൂഹ മാധ്യമങ്ങളിൽ അൻവറിന് കിട്ടുന്ന പിന്തുണ, ആ പിന്തുണയെല്ലാം ഒരു നിമിഷം കൊണ്ട് നിൽക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. അൻവറിൻ്റെ കൂടെ CPMൽ നിന്ന് അങ്ങനെ വലിയൊരു വിഭാഗമോ ആളുകളോ അണികളോ അല്ലെങ്കിൽ കടന്നൽ കൂട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയയിലെ അനുയായികളോ ഒന്നും തന്നെ അൻവറിനൊപ്പം പോകാനുള്ള സാധ്യതയില്ല. ഇവരെല്ലാം തന്നെ ഒരു സ്വിച്ചിട്ടതുപോലെ ഈ പ്രവർത്തനമെല്ലാം അവസാനിപ്പിക്കും. CPM ആ തരത്തിൽ സംഘടനാ സംവിധാനത്തിലുള്ളൊരു പാർട്ടിയാണ്. CPMൻ്റെ രീതി അതാണ്. അതുകൊണ്ട് അൻവറിന് നിശബ്ദമായി അല്ലെങ്കിൽ വലിയ ബഹളമില്ലാതെ നിൽക്കാമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ പോകാം. ഇത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. അവിടെയും തീരുന്നില്ല. അൻവറിനെ സംബന്ധിച്ച് നിരവധി കേസുകൾ അദ്ദേഹത്തിനെതിരെയുണ്ട്. ഈ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യം, അല്ലെങ്കിൽ നേരത്തെ ഉള്ള ചില കേസുകൾ, അദ്ദേഹത്തിൻ്റെ ഈ പണമിടപാടുമായി സംബന്ധിച്ച ചില ഇടപാടുകൾ, അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെയുള്ള ചില കേസുകളുണ്ട്. ഈ കേസുകളെല്ലാം ഓണാകാനുള്ള സാധ്യതയുമുണ്ട്. അതായത് അൻവർ ഒരു ചുവട് കൂടി കടന്ന് മുന്നോട്ട് പോയാൽ അൻവറിനെ പിടിക്കാനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ ഇതെല്ലാം തന്നെ സർക്കാരിന് മുന്നിലുണ്ട്. അത് ബലപ്പെടുത്തും. പ്രത്യേകിച്ച് P ശശിയൊക്കെ ആക്രമിച്ച് അൻവർ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ അപകടം മുഖ്യമന്ത്രി മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ADGP അജിത് കുമാറിനെ സംരക്ഷിച്ചു എന്നതിനപ്പുറത്തേക്ക് P ശശിയെ കുറിച്ച് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഏറ്റവും മികച്ച മാതൃകാപരമായ പ്രവർത്തനമാണ് ശശി നടത്തുന്നത്.